ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്ക് വോയിസ് ഓവർ കൊടുക്കാനാണ് വിധി. അപ്പോൾ ഞാൻ എല്ലാവരോടും പറയുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ്, കണ്ടിഷ്ടപ്പെടുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. പിന്നെ കൂട്ടുകാർക്കും അതുപോലെ ബന്ധുക്കൾക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മടിക്കണ്ട. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നൊരു ചിക്കൻ്റെ കാര്യം. ആ ചിക്കനാണ് ഞാൻ ഉണ്ടാക്കുന്നത്. കടായി അടുപ്പിൽ വെച്ചിട്ട് കടായി ചൂടാകുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതും വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണേ. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നമുക്ക് വെളിച്ചെണ്ണ ഇത് ഞാൻ വേറൊരിടത്ത് ഒരു ഫങ്ഷന് പോയപ്പോൾ കഴിച്ച ആ ചിക്കനാണിത് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് എപ്പോഴും ചിക്കൻ വെക്കുമ്പോൾ നമ്മൾ ഈ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാൽ ടേസ്റ്റ് സത്യം പറഞ്ഞാൽ കൂടത്തതേ ഉള്ളൂ. ഇതിന് വളരെ കുറച്ച് ചിക്കൻ മാത്രമേ ഉള്ളായിരുന്നു. നമുക്ക് ഇച്ചിരി പീസസ് ബാക്കിയിരുന്നതാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാൻ ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു 3 സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് എണ്ണ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. കണ്ടോ, ചൂടാകുകയല്ല ചെയ്തത്, നല്ല പോലെ എണ്ണ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് സവാള തന്നെയാണ്. കാരണം എന്താണെന്നറിയാവോ, ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ചേർത്ത് കൊടുക്കാമായിരുന്നു, പക്ഷേ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇതിന് ഉപയോഗിക്കുന്നത്. അപ്പം 3 ചെറിയ ഇടത്തരം സവാളയാണ് ഞാൻ ഇതിന് ഉപയോഗിച്ചേക്കുന്നത്. അതും വെറും നൈസായിട്ടാണ് അത് അരിഞ്ഞേക്കുന്നത്. വളരെ കനം കൂട്ടിയല്ല, കനം കുറച്ചിട്ട്. വേണമെന്നുണ്ടെങ്കിൽ ഉപ്പിപ്പോഴേ ചേർക്കാം, അല്ലെങ്കിൽ ഉപ്പ് ചേർക്കാതിരിക്കാം. നിങ്ങൾക്ക് ഏത് രീതിയിലാണ്. ഞാനിതിപ്പം നമുക്ക് ഒന്ന് ഇളക്കിയിട്ട് ഇപ്പോൾ ഒരു സ്വല്പം ഇതാവുമ്പം, സ്വല്പം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചില ഭാഗങ്ങളിൽ മനസ്സിലാകുന്നെങ്കിൽ അല്പം, അല്ലെങ്കിൽ സവാള ഇട്ട് ഒരു കുറച്ച് നേരം ഒന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതേത് കമ്പനിയുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണമെങ്കിൽ ആവാം. ഞാൻ കിച്ചൺ ട്രഷേഴ്സിൻ്റെയാണ്, പ്രൊമോഷൻ വീഡിയോ അല്ല ഇത്. ഓക്കെ, എന്നിട്ട് ചില്ലി സോസും കൂടെ ഞാൻ ഇതിനകത്ത് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരല്പം സവാള ഒന്ന് വഴണ്ടതിന് ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉപയോഗിച്ച് കൊടുക്കാം. അത് പേസ്റ്റ് ആയതുകൊണ്ടാണ് നമുക്ക് താമസിച്ച് ഇട്ടാൽ മതി. അപ്പം ഒരുവിധം ഒന്ന് വഴണ്ടിട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അപ്പം എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. എനിക്ക് ഷോർട്ട് വീഡിയോസ് ഞാൻ ഇടുന്നുണ്ട്. ലോങ് വീഡിയോസ് കാണുന്നവർ പ്ലീസ് ഷോർട്ട് വീഡിയോയും കൂടെ ഒന്ന് കാണാൻ ശ്രമിക്കുക. അപ്പം ഞാൻ കിച്ചൺ ട്രഷേഴ്സിൻ്റെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒരുമിച്ചുള്ള പേസ്റ്റാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. കണ്ടല്ലേ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വീണ്ടും നമ്മൾ വഴട്ടൽ പരിപാടിയിലേക്ക് പോകാം. അപ്പോൾ നന്നായിട്ടൊന്ന് ഇത് നല്ല പോലെ വഴലണം. ഒരു ദാക്ഷിണ്യവും ഇല്ല, ഒരു കോംപ്രമൈസും ഇല്ല. ഇത് നല്ല പോലെ വഴണ്ടെങ്കിൽ മാത്രമേ ഞാൻ പറയുന്ന കറി കൊണ്ട് ഗുണമുള്ളൂ. അതുണ്ടാക്കാനാണെങ്കിലും അതിൻ്റെ ടേസ്റ്റിലായാലും അതേ ടേസ്റ്റ് ഉണ്ടാകണമെങ്കിൽ ഈ വഴട്ടുന്നതിലൊരു കോംപ്രമൈസും ഇല്ല. നന്നായിട്ട് വഴട്ടണം. പിന്നെ അതുപോലെ തന്നെ ചിക്കൻ വളരെ കുറച്ചേ ഉള്ളൂ, അതും അധികം വേവില്ലാത്ത ചിക്കനാണ്. അപ്പം നിങ്ങൾക്കറിയാമല്ലോ എന്തായിരിക്കുമെന്ന്. വേവില്ലാത്ത ചിക്കനാകുമ്പോൾ വലിയ കുഴപ്പമില്ല. അപ്പം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും എൻ്റെ താങ്ക്സ്. ഓക്കെ, നിങ്ങൾ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കേ വേണ്ട. ലോങ് വീഡിയോസ് കാണുന്നവർ എൻ്റെ ഷോർട്ട് വീഡിയോസും കയറി കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം ഇനി നമുക്ക് ഇത് കുറച്ച് നേരം ഒന്ന് കഴിഞ്ഞ് നല്ല വഴണ്ടട്ടെന്നല്ലേ ഞാൻ പറഞ്ഞു. നല്ല പോലെ വഴണ്ടതിന് ശേഷമാണ് എൻ്റെ ഈ ഭരണികൾ കണ്ടോ, ഭരണികളിൽ ഈ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്നത് പുളിയും ഇത് ഉപ്പുമാണ് കേട്ടോ. പിന്നെ ഈ അത് കുറേ നാളായി ഞാൻ ഫ്രിഡ്ജിൻ്റെ പുറത്തിരുന്നതാണ്. അത് ഞാൻ വീണ്ടും ഈ സൈഡിലോട്ട് എടുത്ത് വെക്കാൻ. ഇത് നമ്മുടെ പിച്ചാത്തിരാവുന്ന സാധനമാണ് ഇവിടെ വീണത്. അപ്പോൾ അതുപോലെ അത് അവിടെ തന്നെ ഇരിപ്പുണ്ട്. ഞാൻ കണ്ടില്ലെന്ന് തോന്നുന്നു.
പക്ഷേ പിറ്റേന്നോ അവിടെ പാചകം എല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ തുടയ്ക്കാൻ നേരമാണ് ഞാനത് കാണുന്നത്. എനിവേ സാരമില്ലത്. ഈ പിച്ചാത്തി ഇത് ഹാങ് ചെയ്യുന്നത് എനിക്ക് തടിയുടേതും ഉണ്ട്, ഇത് കൊള്ളാം, കുഴപ്പമില്ല. പക്ഷേ പെട്ടെന്ന് അഴുക്കാവും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് തുടയ്ക്കാൻ മറക്കണ്ട. ഞാൻ തടിയുടെ ആയിരുന്നെങ്കിൽ അത് പെയിൻ്റൊക്കെ ചെയ്ത് നീറ്റാക്കി വെച്ചിരുന്ന. പിന്നെ ഇതുമായി അപ്പോൾ എല്ലാം ഇതിനകത്ത് പിച്ചാത്തികൾ വെക്കാം. ലെഫ്റ്റ് റൈറ്റിലും കുറേ സാധനങ്ങൾ വെക്കാൻ സ്ഥലമുണ്ട്. ഞാൻ ഈ റൈറ്റ് സൈഡിൽ നമ്മുടെ ലൈറ്ററാണ് വെക്കുന്നത്. ലൈറ്ററും അതിനകത്തൊരു ഫിംഗർ ക്യാപ്പും കൂടെ ഇട്ടിട്ടുണ്ട്, അതിടും. പിന്നെ ലെഫ്റ്റ് സൈഡിലുള്ളതിനകത്താണ് ആ പിച്ചാത്തിരാവുന്ന സാധനം ഇട്ടേക്കുന്നത്. അപ്പം നമ്മുടെ വഴട്ടൽ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. കുറച്ച് നിങ്ങൾക്ക് ലാഗ് ഉണ്ടാകുമായിരിക്കും. പക്ഷേ ഇതെല്ലാം പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് തന്നെ ഞാനൊന്നും ഡിലീറ്റ് ചെയ്യുന്നില്ല. ഇത് വീഡിയോ എടുത്തിട്ട് അതേ വേണ്ട ഇത്രയും ചിക്കനേ ഞാൻ ചേർക്കുന്നുള്ളൂ കേട്ടോ. 2 പ്രാവശ്യമായിട്ട് കുറച്ച് വീതം എടുത്തായിരുന്നു. അപ്പം അതിൻ്റെ ബാക്കി ഇരുന്ന ചിക്കൻ കുറച്ച് മാത്രം വിട്ട് 2 പേരല്ലേ ഉള്ളൂ. നമുക്ക് അത്യാവശ്യത്തിന് നല്ലതുപോലെ എടുക്കാനുള്ളത് കിട്ടുമത്. അപ്പോൾ വേണ്ട വഴണ്ട് വന്നത് ഏത് രൂപമാണെന്ന് ഞാൻ കാണിച്ചു തരിക. കണ്ട എന്നാലും ഇത് വഴളുന്നതിലാണ് കാര്യം ഇരിക്കുന്നത് എന്ന് പറഞ്ഞ് വഴളുന്നത് കൊണ്ട് മാത്രം ആ ടേസ്റ്റ് ആവത്തില്ല. വഴണ്ട് അതിൻ്റെ അകത്ത് ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് എപ്പോൾ ചേർക്കണോ അപ്പോൾ ചേർക്കുക, അതിലാണ് കാര്യം ഇരിക്കുന്നത്. അതുപോലെ വെളിച്ചെണ്ണയിൽ മാത്രം ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ ഞാൻ ഈ പറയുന്ന ടേസ്റ്റും കിട്ടത്തുള്ളൂ. അപ്പം നിങ്ങളെല്ലാം ശ്രദ്ധിക്കുക. നമ്മൾ ഒരു കറി ഉണ്ടാക്കുമ്പോൾ അതിൻ്റേതായ ഇൻഗ്രീഡിയൻസും അതെങ്ങനെ ചേർക്കണം, എപ്പോൾ ചേർക്കണം, അതൊക്കെ ആശ്രയിച്ചിരിക്കും കറിയുടെ രുചി കൂടുന്നത് കേട്ടോ. അപ്പം നമുക്ക് വഴണ്ടിട്ടുണ്ട്, ഒരു അത്യാവശ്യം നല്ല രീതിയിൽ വഴണ്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്ത് വേറൊന്നും ചേർക്കാറില്ല, വേറെ സാധാരണയിൽ നിന്നും വേറെ അധികമായിട്ടൊന്നും ചേർക്കാറില്ല. മഞ്ഞൾപ്പൊടി, പിന്നെ ഇന്ന് എന്താ എല്ലാവർക്കും അറിയാം മുളക് പൊടി. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുക്കുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ കയറി നോക്കിയാൽ ഒരുവിധപ്പെട്ട എല്ലാ ചിക്കൻ കറീസിനകത്ത് മുളക് പൊടി ഇട്ടിട്ടുണ്ട് നമ്മൾ. നല്ല പോലെ ആ സവാള വഴണ്ടതിൻ്റെ ഒരു രീതി കണ്ടോ, അത് ആ മുളക് പൊടി ഇട്ട് വഴറ്റിയപ്പോൾ ഉള്ള ആ രീതി കണ്ടോ. അപ്പോൾ ഇനി മല്ലിപ്പൊടിയും കൂടെ ഇടാം. നമുക്ക് മല്ലിപ്പൊടിയും 1 സ്പൂൺ ഇട്ടിട്ടുണ്ട്, ഒരു നുള്ളും കൂടെ ഇടാം. എന്നിട്ട് മഞ്ഞൾപ്പൊടി, ഈ 3 ഐറ്റംസ് ഇടുന്നത്. പിന്നെ ഗരം മസാല ഇടും, എല്ലാവരും ഇടുന്നത് പോലെ. ചിക്കനോ എന്തായാലും മീറ്റ് വെക്കുമ്പോൾ നമ്മൾ എന്തായാലും ഗരം മസാല മസ്റ്റാണ്. അത് ഞാൻ വീട്ടിൽ പൊടിച്ച് തന്നെയാണ് എടുക്കുന്നത്. ഗരം മസാല അങ്ങനെ പൊടി വാങ്ങിക്കാറില്ല, പൊടിച്ച് തന്നെ ഇടുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഞാൻ ഇതിനകത്ത് കുരുമുളക് ഇടുന്നുണ്ട്. പിന്നെ അഡീഷണൽ വേറൊരു സാധനം ഞാൻ കാണിച്ച് ചില്ലിയുടെ സോസ് ഒഴിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് ഇത് മല്ലിപ്പൊടിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വഴട്ടുക. അതിൻ്റെ പച്ച ഒരു ചുവ മാറുന്നത് വരെ നന്നായിട്ട് അതിനെ ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് പിന്നെ ആവശ്യത്തിനുള്ള നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലെങ്കിൽ സവാള വഴട്ടുമ്പോൾ ചേർക്കുക. പിന്നെ ചിക്കൻ ഇടുമ്പോൾ ചിക്കനും കൂടെ ചേർക്കുക. അപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് നോക്കിക്കോണം എങ്ങനെയാണെന്ന്. നല്ലപോലെ ഒന്ന് വഴട്ടുക. അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാത്തവർ പ്ലീസ് സപ്പോർട്ട്. ഓക്കെ, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പിന്നെ ചോറാണ് അല്ലേ, മീനിൻ്റെ ഏത് വിഭവവും ഞാൻ എൻ്റെ വീഡിയോ ചാനൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് മീൻ ഐറ്റംസ് എല്ലാം കാണാൻ പറ്റും. പല തരത്തിലുള്ളത്, തേങ്ങാപ്പാലൊഴിച്ചത്, മുളക് കറി, തേങ്ങ വറുത്തരച്ചത്, തേങ്ങ അല്ലാതെ വെറുതെ തേങ്ങ അരച്ച് വെച്ചത്, മാങ്ങയിട്ട കറി, ലിമ്പിപ്പുളി ഇട്ടത്, തക്കാളി ഇട്ടത്, കുടംപുളി ഇട്ടത്, എന്ത് തരം നിങ്ങൾക്ക് അറിയണോ എൻ്റെ ചാനൽ കയറി നോക്കിയാൽ മതി. പിന്നെ മുളക് വറുത്ത് ഇതുപോലെ വഴറ്റിയിട്ട് പിന്നെ തേങ്ങാപ്പാൽ ഒഴിച്ച് വെക്കുന്നത്, അല്ലാതെ തേങ്ങാപ്പാൽ അല്ലാതെ വെക്കുന്നത്,
എല്ലാം മുളക് കറി വെച്ചതിന് ശേഷം കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് വെക്കുന്നത്. അതിനൊക്കെ ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. ഇത്രയും ചിക്കനേ ഉള്ളൂ, അതും വളരെ കുഞ്ഞു പീസസ്സായിട്ടാണ് ഞാൻ കട്ട് ചെയ്ത് വെക്കുന്നത്. അത് ശ്രദ്ധിക്കുക കേട്ടോ. വലിയ പീസസ് അല്ല ഇതിന് വേണ്ടുന്നത്, വളരെ കുഞ്ഞു പീസസ്. അപ്പോൾ ഇതിനകത്തൊക്കെ നന്നായിട്ട് എൻ്റെ മസാലകളെല്ലാം നന്നായിട്ട് പിടിക്കും. അപ്പോൾ നന്നായിട്ട് മസാലയെല്ലാം ഇതിനകത്ത് പൊതിഞ്ഞിരിക്കത്തക്ക രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. നല്ലപോലെ ഇളക്കി ഇതിനകത്ത് മസാല പിടിച്ചതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിക്കാം. അപ്പം ഈ ചിക്കനിൽ നിന്ന് കുറച്ച് ഊറി വരുമല്ലോ എന്തായാലും വെള്ളം. അപ്പം ആ വെള്ളം കൊണ്ട് വേവണം. പിന്നെ ആവശ്യത്തിന് വേണ്ടുന്നവർ കുറച്ച് വെള്ളം കൂടെ ഒഴിക്കുക. അത് ചിക്കൻ്റെ വേവ് അനുസരിച്ചാണ്. കുറച്ച് മൂത്ത ചിക്കനാണെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് വേവിക്കണം. പിന്നെ നമ്മൾക്കിപ്പോൾ ഇവിടെ അടുത്ത് ലുലു ഉള്ളത് കൊണ്ട് ലുലുവിൽ നിന്ന് മേടിച്ചാൽ നല്ല ടെൻഡർ ചിക്കൻ കിട്ടും. ലുലുവിൻ്റെ ഒരു പരസ്യമൊന്നുമല്ല, നല്ല ടെൻഡറായിട്ടുള്ള ചിക്കൻ കിട്ടും. അപ്പോൾ ലുലു ഒക്കെ അടുത്തുള്ളവർ ലുലുവിൽ നിന്ന് തന്നെ വാങ്ങി ഇത് വെക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ചിക്കൻ നല്ല കിളുന്ന് ചിക്കൻ കിട്ടുന്ന സ്ഥലത്ത്, അതായത് അധികം മുറ്റില്ലാത്ത ചിക്കൻ കിട്ടുന്ന സ്ഥലത്തുനിന്ന് നിങ്ങൾ വാങ്ങിച്ച് ഈ ഐറ്റം ഉണ്ടാക്കാൻ അത് ഉപയോഗിക്കുക. പിന്നെ കുക്കറിലൊക്കെ വേവിച്ചിട്ട് വേണമെങ്കിലും ഇതിനകത്തോട്ടെടുത്ത് തട്ടി റെഡിയാക്കാം. പക്ഷേ കുക്കറിൽ വേവിക്കുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കുക. കുക്കറിൽ വേവിക്കാൻ വെക്കുമ്പോൾ ഉപ്പിടണം, മഞ്ഞൾപ്പൊടി ഇടണം, അല്പം കുരുമുളകും കൂടെ ചേർത്ത് വേവിച്ചാൽ ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി അത്ര വേവിച്ചാൽ ഈ നമ്മുടെ ഈ ചിക്കനൊരു പച്ച ചുവ മാറിക്കിട്ടും. എന്നിട്ട് പിന്നെ ഇതിനകത്തെടുത്ത് തട്ടിയാൽ മതി. അത് മൂപ്പുള്ള ചിക്കനാണെങ്കിൽ, അതായത് മുറ്റിയ ചിക്കനാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുക്കറിനകത്ത് വെച്ച് ഒരു 2 വിസിൽ, ഒരുപാട് മുറ്റിയതാണെങ്കിൽ അല്ലെങ്കിൽ 3 വിസിലും വേണമെങ്കിൽ ആക്കാം. എന്നിട്ട് പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുക്കറിൽ വേവിച്ചിട്ട് ചെയ്യുന്നവരൊരു കാര്യം ചെയ്യുക. ഇത് ആദ്യം ഒന്ന് ഇതിൻ്റെ വെള്ളം വരുന്നത് വരെ ഒന്ന് വേവിച്ചിട്ട്, വെള്ളം ഊറി വരുന്നത് വരെ. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റാറാവുമല്ലോ. ഊറി വരുന്നതും വറ്റിയതിന് ശേഷം നമ്മൾ കുക്കറിൽ വേവിച്ച ആ ചിക്കൻ സ്റ്റോക്കില്ലേ അതെടുത്ത് ഞാൻ ചപ്പാത്തിക്ക് കുഴച്ചുകൊണ്ടിരിക്കുക. പെട്ടെന്ന് എനിക്ക് ആ സൈഡിൽ ഇരിക്കുന്ന കണ്ടിട്ട് എനിക്ക് പെട്ടെന്ന് അത് എടുക്കണമെന്ന് തോന്നി, അതങ്ങെടുത്ത് മാറ്റിയതാണ്. അപ്പോൾ കുക്കറിൽ വേവിക്കുന്നവർ ചെയ്യേണ്ടുന്ന കാര്യം ഞാൻ പറഞ്ഞു. ഈ മസാലകളൊക്കെ ഇട്ടിട്ട് കുക്കറിൽ വേവിച്ചതിന് ശേഷം ഇപ്പോൾ ഇതിനകത്ത് ചിക്കൻ്റെ വെള്ളം ഊറി വന്ന് അതും വറ്റിയിട്ട് ആ ചിക്കൻ സ്റ്റോക്ക് മാത്രം ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ ഗരം മസാല ഇടുന്നുണ്ട് കേട്ടോ. ഈ അവസരത്തിൽ ആ വെള്ളം ചിക്കൻ സ്റ്റോക്കില്ലേ അത് ചേർത്ത് അത് ഒരു കുഴമ്പ് രൂപത്തിലാവുമ്പോൾ ചിക്കൻ ഇട്ട് കൊടുക്കുക. ആ വെള്ളം ഒന്ന് സെറ്റായി ഈ മസാലയായിട്ടൊന്ന് യോജിച്ച് നല്ല പരുവാകുമ്പോൾ നിങ്ങൾ ആ ചിക്കൻ ഇട്ട് കൊടുക്കുക. അല്ലാതെ ചിക്കനും വെള്ളവുമായിട്ട് ഒഴിച്ച് കൊടുത്ത് ഇതിനെ വേറൊരു രീതിയിലാക്കരുത് കേട്ടോ. കുക്കറിൽ വേവിക്കുന്നവരുടെ നല്ലതുപോലെ ഒന്നും കൂടെ ഉപ്പുണ്ടോയെന്ന് നോക്കിയാണ്, വേണമെങ്കിൽ ഉപ്പ് വേണമെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കുക. ഇതിന് വേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മളധികം ഉപ്പിട്ടിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞത് രീതിയിൽ ചെയ്യുക. അപ്പം ആ ചിക്കൻ സ്റ്റോക്ക് ഒഴിച്ച് കൊടുത്ത് ഇപ്പോൾ ഇതിനകത്ത് കിടന്നൊരു സെറ്റായതിന് ശേഷം ഒന്ന് കുറുകി ഒന്ന് എണ്ണമയമൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്ന അവസരത്തിൽ മാത്രം ചിക്കൻ പിന്നെ വേവിച്ചതല്ലേ, അപ്പോൾ പിന്നെ അധികം വേവും വറ്റലും വലിയ പരിപാടികളൊന്നുമില്ല. അതിനകത്ത് കിടന്നൊന്ന് റെഡിയാവുക, അത്ര മാത്രമേ ഉള്ളൂ. പക്ഷേ അല്ലാത്തവർ ഈ പരുവത്തിൽ നമ്മൾ ചിക്കൻ ഇട്ടോ കൊടുത്ത ആ സമയത്ത് തന്നെ ചിക്കൻ ഇട്ട് കൊടുക്കുക. ഇനി ഒരു പ്രാവശ്യവും കൂടെ ഉപ്പ് നോക്കുന്നുണ്ട്. ഇനി തട്ടിപ്പൊത്തി നമ്മൾ വേവിക്കാൻ വെക്കുന്നതൊരു കടമ്പ തന്നെയാണ്. അത് കടമ്പ എന്ന് പറയാൻ കാര്യമെന്ന് വെച്ചാൽ ഇത് ഇരുമ്പ് ചീനച്ചട്ടി ആയതുകൊണ്ട്, അതായത് കടായി ആയതുകൊണ്ട് അതിനകത്ത് നല്ല തീയുണ്ട്. അപ്പം അടിക്ക് പിടിക്കാതെയും കൂടെ വളരെ ശ്രദ്ധിക്കുക. ഈ നമ്മളിങ്ങനെ വരട്ടി വെക്കുന്ന സാധനങ്ങൾക്കൊക്കെ അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട് ഇങ്ങനെയുള്ള പാത്രങ്ങൾ വെക്കുമ്പോൾ. നോൺ സ്റ്റിക്ക് ആണെങ്കിൽ കുഴപ്പമില്ല. ഈ കടായികളൊക്കെ ആണെങ്കിൽ അടിക്ക് പിടിക്കും, വളരെ ശ്രദ്ധിക്കുക. അത് വെള്ളമില്ലാതെ നമുക്ക് വരട്ടിയെടുക്കണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ ശ്രമിക്കുക. എന്നിട്ട് അവസാനം ആകുമ്പോൾ നമുക്ക്
ഇതിനകത്ത് എല്ലാം സെറ്റ് ആവാൻ വേണ്ടിയിട്ട് അടപ്പ് മാറ്റിയിട്ട് വരട്ടി 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 അതിനെ എടുക്കുക. അത് നല്ലൊരു ചിക്കൻ തന്നെ ആയിരിക്കും. കഴിക്കുമ്പോൾ എന്താ ടേസ്റ്റ്. വേറെ ചാറിൻ്റെ ഒരാവശ്യവും ഇല്ല അതിനകത്ത്. മനസ്സിലായോ? നമുക്ക് ആ അരപ്പ്, അതിനെ ചാറെന്നല്ല പറയുന്നത്, ഈ അരപ്പ് കൂട്ടി തന്നെ കഴിക്കാൻ പറ്റും. ചപ്പാത്തി ആണെങ്കിലും ചോറാണെങ്കിലും എല്ലാം. നമുക്കന്ന് ഊണായിരുന്നു. ആ ഊണിൻ്റെ കൂടായിരുന്നു ഇത് വിളമ്പിയത്. ചിക്കൻ ഇതേപോലെ വരട്ടിയതും പിന്നെ മീനും ഉണ്ടായിരുന്നു. സൂപ്പറായിരുന്നു അന്നത്തെ ഊണ്. അപ്പോൾ ഇങ്ങനെ അടച്ച് വെച്ചിട്ട് വേവിച്ചിട്ട് പിന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ മല്ലിയില ഉണ്ടെങ്കിൽ സൂപ്പർ. ഇതിനകത്ത് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു അര നാരങ്ങ പൂളെടുത്തിട്ട് അതിൻ്റെ നീരൊഴിച്ച് കൊടുക്കുന്നുണ്ട്. നാരങ്ങ നീര് ഒരു പുളിക്ക് വേണ്ടിയിട്ടാണത്. പിന്നെ അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ തൈരിൽ കുറച്ച് നേരം ഈ പ്രോസസ്സ് ചെയ്യുന്നതിന് പകരമുള്ള കാര്യമാണ് പറയുന്നത്. തൈര് മസാല എല്ലാം കൂടെ പുരട്ടി ചിക്കനകത്ത് പുരട്ടി വെച്ചിട്ട് പിന്നെ നമ്മുടെ ആ സമയമാകുമ്പോൾ ചിക്കൻ എടുത്ത് ഇടുക. കണ്ടോ ചിക്കൻ്റെ രീതി കണ്ടോ? ഇനിയുണ്ട് കാര്യങ്ങളൊക്കെ ഇനിയുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരുവിധം വേവായിട്ടുണ്ട്. ചിക്കന് ബ്രോയിലറല്ലേ, ഇപ്പോൾ എന്തായാലും എളുപ്പം വേവും. ഇപ്പം ഞങ്ങൾ തീരുമാനിച്ച് ഇനി മുതൽ ചിക്കൻ നമ്മുടെ ലുലുവിനെ വാങ്ങിക്കത്തുള്ളൂ. ഇന്നലെ പോയി വാങ്ങിച്ചുകൊണ്ട് വന്നു. എനിക്ക് കറി വെക്കണം. അപ്പോൾ നല്ല സൂപ്പർ ഒരു കറിയായിരുന്നു ഇത്. കറിയെന്ന് ഞാൻ പറയാൻ ഒരു വരട്ടി. അപ്പം എന്താ ചില്ലി സോസും കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അതും കൂടെ ഒഴിച്ച് എന്നുവെച്ചാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെയാണ്. അപ്പോൾ അതും കൂടെ അങ്ങോട്ട് ഒഴിച്ച് നല്ല പോലെ ഇളക്കി പരുവത്തിലാക്കിയിട്ട് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ മല്ലിയിലയാണ്. മല്ലിയിലയും കറിവേപ്പിലയും എല്ലാം ചേർത്താൽ സൂപ്പറായിരിക്കും ഇതിൻ്റെ വരട്ടിയത് കേട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട. ഇതേ കണക്ക് വെച്ചിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട. അപ്പം നമ്മൾ അതും കൂടെ ചേർക്കുമ്പോൾ ഇതിൻ്റെ ടെക്സ്ചറേ മാറും. എന്നിട്ട് ഇനി നമ്മൾ ഉപ്പൊക്കെ നോക്കി ഒന്ന് പോരാത്ത ഉപ്പൊക്കെ ഇട്ട് എൻ്റെ ഇപ്പോൾ കറക്റ്റായിരുന്നു. ഇനി അടച്ച് വെച്ച് ഒന്ന് ആ സോസിലും കൂടെ കിടന്നൊന്ന് റെഡിയാവുന്ന ഒരവസരം വരുമ്പോൾ നമുക്ക് എടുത്തിട്ട് അടപ്പെടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം. ഞാനിത് ഇപ്പുറത്തടുപ്പിലോട്ട് എടുത്ത് വെക്കുവാണ്. ഇവിടെ എനിക്ക് വേറെ സാധനം വയ്ക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അത് ഒന്ന് സെറ്റാകുമ്പോൾ ഇനി നമുക്ക് നമ്മുടെ മല്ലിയില, കറിവേപ്പില, പിന്നെ വേണമെങ്കിൽ കുറച്ച് ഗരം മസാല, പിന്നെയാണ് നമ്മൾ കുരുമുളക് ചേർക്കുന്നത്. ഇറക്കാൻ നേരം മാത്രം കുരുമുളക് ചേർക്കുമ്പോൾ അത് എടുക്കുമ്പോൾ ഭയങ്കര ഇതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഞാൻ ദോശക്കല്ല് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇത് ചിക്കൻ നമ്മുടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി മല്ലിയിലയാണ് മല്ലിയില നമുക്ക് കത്രിക വെച്ച് കട്ട് ചെയ്തെടുക്കുമ്പോൾ എളുപ്പമാണ് കേട്ടോ. അതിൻ്റെ തണ്ടുൾപ്പെടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇച്ചിരി ധാരാളം ഇട്ട് കൊടുത്തോ, നല്ലതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്നിട്ട് ഇതും കൂടെ ചേർത്തിട്ട് കറിവേപ്പിലയും ഇടാം. പക്ഷേ നമ്മൾ മല്ലിയില ഇടുമ്പോൾ ഉണ്ടല്ലോ കറിവേപ്പിലയുടെ ആ ഒരു ഇതൊന്നും മാറും. അതെടുത്ത് അറിയിക്കത്തില്ല. മല്ലിയിലയുടെ ആയിരിക്കും എടുത്ത് കാണിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പിന്നെ കറിവേപ്പില ഇടാൻ പോയില്ല. അപ്പോൾ ഇപ്പം നിങ്ങളൊന്ന് നോക്കിയതിൻ്റെ ഞാൻ അത് കാണിച്ചു തരും നിങ്ങളെ. എന്ത് സൂപ്പറായിരുന്നെന്നറിയാം. ഇത് കഴിച്ചു നോക്കി ഇതേ കണക്ക് നിങ്ങൾ എന്ത് രസമായിരുന്നു എന്നറിയാമോ. ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. കണ്ട നോക്കിയത് ഇതൊക്കെ നിങ്ങൾക്ക് ഇതേ രീതിയിൽ ഇതേ സെയിം രീതിയിൽ നമുക്ക് ബീഫും വെക്കാം. ബീഫ് വെക്കുമ്പോൾ കുറച്ച് തേങ്ങ കൊത്തും കൂടെ ഇടുക. സൂപ്പറായിരിക്കും കേട്ടോ. എനിക്കിവിടെ TV വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി ഒന്ന് ഇതെടുത്ത് നോക്കുകയാണ് കേട്ടോ. അടിപൊളിയായിരുന്നു കേട്ടോ. ഒന്ന് വരട്ടി സൂപ്പറാക്കുക. അപ്പം നമുക്ക് നിങ്ങളെല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാനും മറക്കണ്ട.
ഓക്കേ. അപ്പം ഇതേ കണക്ക് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഇത് കൊള്ളാവോ അല്ലേ കൊള്ളത്തില്ലേ എന്ന്. ഓക്കേ. അപ്പം ഞാൻ പറഞ്ഞായിരുന്നു കുരുമുളക് ഇട്ട് കൊടുക്കുന്ന ഒരു അര സ്പൂണിനകത്ത് കാലും ലേശവും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പം അവസാനം എന്നിട്ട് ഒരു ഇച്ചിരി ഒന്ന് അടുപ്പിൽ വെച്ചാൽ മതി. പക്ഷെ ലാസ്റ്റ് സമയത്തെ അത് ഇട്ട് കൊടുക്കാവൂ, എങ്കിലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത്. അപ്പം എല്ലാവരും ഇതേ കണക്കുണ്ടാക്കി നോക്കുക. ഓക്കെ. കുറച്ച് ലാഗ് പോലെ തോന്നും, എങ്കിലും വ്യക്തമാക്കി നിങ്ങളെ ഒന്ന് തരുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ എല്ലാം കാണിച്ചത്. ഓക്കെ. അപ്പം പടപടാന്നങ്ങ് ചെയ്ത് പോകുമ്പോൾ അതിൻ്റെ ഒരു ക്ലാരിറ്റി കിട്ടത്തതുമില്ല. നിങ്ങൾക്ക് പഠിക്കുന്നവർക്കാണെങ്കിൽ അതിൻ്റെ ഒരു ക്ലാരിറ്റി കിട്ടി പഠിക്കാൻ പറ്റത്തില്ല.